നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വനിതാ വിഭാഗമായ വൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആചരിച്ചു. ചുള്ളിക്കൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച സ്ത്രീ ശാക്തീകരണ റാലി ഡിവിഷൻ കൗൺസിലർ കവിത ഹരികുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചുള്ളിക്കൽ ഇടവക വികാരി റവറൻഡ് ഫാദർ ഇമ്മാനുവൽ പൊള്ളയിൽ റാലിക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് ജൂബിലി ഹാളിൽ കൂടിയ പൊതുയോഗത്തിൽ കൊച്ചി ബിഷപ്പ് അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷമുണ്ട്. കൊച്ചി രൂപതയുടെ അവിഭാജ്യ ഘടകമായ വലിയ ഒരു സ്ത്രീ സമൂഹത്തെ അഭിസംബോധന ചെയ്യുവാൻ അവസരം ലഭിച്ചത്. ഞാൻ അച്ഛനോട് ചോദിക്കുകയായിരുന്നു, വൈറ്റ്സ് എന്നുള്ളത് കൊച്ചി രൂപതയുടെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. അതില് ആ വൈറ്റ്സിലെ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നവർ മാത്രമേ ഇപ്പോൾ ഈ ഹാളിലുള്ളൂ എന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നില് വലിയൊരു സമൂഹം, സ്ത്രീ സമൂഹമുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. എന്താണ് ഈ വനിതാ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ മീറ്റിംഗിൽ പറയേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യമാണ്. ആദ്യത്തെ സൃഷ്ടിച്ച് കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവത്തിന് വന്ന ആദ്യത്തെ ഒരു ചിന്തയായിരുന്നു മനുഷ്യൻ ഒറ്റക്കായിരിക്കുന്നത് നല്ലതല്ല എന്നൊരു ചിന്ത. ആ ഒരു ചിന്തയുടെ മറുഭാഗം നമ്മൾ ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന് തന്നെ മനസ്സിലായി അവൻ പൂർണ്ണനായിട്ടില്ല, എന്തോ കുറവുണ്ട്. അവന്റെ ഹൃദയത്തെ, അവന്റെ മനസ്സിനെ മനസ്സിലാക്കിയ ദൈവത്തിന് ആ കുറവ് നികത്തുവാനായിട്ട് ദൈവം തീരുമാനിക്കുന്നത് ഒരു സ്ത്രീയെ സൃഷ്ടിക്കണം, ഒരു സ്ത്രീയെ കൂടി സൃഷ്ടിക്കണം എന്നുള്ള ചിന്തയിലാണ്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അവന് ചേർന്ന ഇണയെ നൽകി. ചേർന്ന ഇണ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ കഴിവിനെക്കുറിച്ച്, സ്ത്രീകൾ കുടുംബത്തിനും സമൂഹത്തിനും നൽകുന്ന സംഭാവനകളെക്കുറിച്ചും കൊച്ചി ബിഷപ്പ് സൂചിപ്പിച്ചു. കൂടാതെ വയലാർ കാരുണ്യപുരം എന്നീ ഇടവകകളിൽ നിന്നുള്ള കുടുംബങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കുന്നതിന് 1.5 ലക്ഷം രൂപ നൽകി. വനിതാ ദിനത്തിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ നിർവഹിച്ചു. വനിതാ ദിന സന്ദേശമായ ഗീവ് ടു ഗെയിൻ എന്ന ആപ്തവാക്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും സ്ത്രീകൾ രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെക്കുറിച്ചും കൂട്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മേയർ സൂചിപ്പിച്ചു. പിൻ സൊസൈറ്റിയുടെ ഡയറക്ടറായ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഡിവിഷൻ കൗൺസിലർ മഞ്ജുള അനിൽകുമാർ, ഫെഡറേഷൻ പ്രസിഡന്റ് മോളി മൈക്കിൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ജെയ്ഫിൻ ദാസ് സ്വാഗതവും കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ ലാലി സേവ്യർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.